السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ഇസ്ലാമിൻ്റെ വിധിവിലക്കുകൾ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിക്കാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇന്ന് രാത്രി 12 മണി വരെ നമ്മുടെ രാജ്യത്തെ ലഹരിക്കടകൾ തുറക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. ഇഷ്ടംപോലെ കുടിക്കാൻ കോടിക്കണക്കിന് രൂപയാണ് സർക്കാരിന് വരുമാനം. കോടി രൂപയാണ് ജനങ്ങൾക്ക് നഷ്ടം. അത് വീണ്ടും സർക്കാരിനും നഷ്ടം. ഒരുപാട് ആളുകൾ കുടിച്ച് ആന്തരികാവയവങ്ങൾ തകർന്ന് മരിക്കുന്നു, കുടുംബങ്ങൾ തകരുന്നു. ലോകത്ത് വലിയ നാശനഷ്ടങ്ങൾ, അപകടങ്ങൾ, കുടിച്ച് വണ്ടിയോടിച്ച് അപകടങ്ങൾ, വീണ് പരിക്കുകൾ എല്ലാം ഉണ്ടാകുന്നു. ഭരണാധികാരികൾ എല്ലാവരും അള്ളാഹുവിൻ്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടുന്നവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ബുഖാരിയിലെ 2409 ഹദീസ്, കുല്ലുക്കും റാഇൻ, നിങ്ങളെല്ലാവരും ഭരണാധികാരികളാണ്. അപ്പോൾ മസ്ഊലുൻ അൻ റഇയത്തിഹി, തൻ്റെ പ്രജകളെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നവരാണ്. വീട്ടിൽ, കടയിൽ, കമ്പോളത്തിൽ, രാഷ്ട്രത്തിൽ എന്ത് തെറ്റ് സംഭവിച്ചാലും, അനാചാരം ഉണ്ടായാലും അതിൻ്റെ ഉത്തരവാദി അതിൻ്റെ ഭരണാധികാരിയാണ്. റജുലു റാഇൻ, പുരുഷൻ ഭരണാധികാരിയാണ്. വൽമർഅത്തു റാഇയത്തുൻ, പെണ്ണ് ഭരണാധികാരിയാണ്. ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിയാൻ സാധ്യമല്ല. ഒരു നിലക്കും ഉത്തരവാദിത്വം നിർവഹിക്കാൻ കഴിയില്ലെങ്കിൽ ആ ഉദ്യോഗം ഒഴിവാകേണ്ടി വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞത് സൂറത്തു ആല ഇമ്രാനിലെ 135 ആയത്തിലും മാഇദ 8 ആയത്തിലും കുനു ഖവ്വാമീന ബിൽ ഖിസ്തി, കുനു ഖവ്വാമീന ലില്ലാ, അള്ളാഹ്ക്ക് വേണ്ടി നിലക്കൊള്ളണം, നീതിയിൽ നിലക്കൊള്ളണം. എന്നിട്ട് അള്ളാഹു വരുളുന്നു, വലോ അലാ അൻഫുസിക്കും, അത് നിങ്ങൾക്ക് തന്നെ എതിരാണെങ്കിലും, അവിൽ വാലിദൈനി, മാതാപിതാക്കൾക്കെതിരാണെങ്കിലും, വല്ലഖറബീൻ, കൂട്ടുകുടുംബാദികൾക്കെതിരാണെങ്കിലും ശരി. ഇയക്കുൻ ഗനിയൻ ഔ ഫക്കീറൻ, ഒരു പണക്കാരനോ പാവപ്പെട്ടവനോ ആകട്ടെ, അള്ളാഹു ഔലാ ബിഹിമ, അള്ളാഹുവാണ് അത് അവരെക്കാളേറെ നിങ്ങളുടെ അടുത്ത ആൾ. അപ്പോൾ അള്ളാഹുവാണോ ഭർത്താവാണോ ഏറ്റവും വേണ്ടത്? അള്ളാഹുവാണോ ഭാര്യയാണോ വേണ്ടത്? അള്ളാഹുവാണോ പ്രജകളാണോ വേണ്ടത്? അള്ളാഹുവാണോ റവന്യൂ വരുമാനമാണോ വേണ്ടത് എന്ന് ചിന്തിക്കുവാൻ, തീരുമാനിക്കുവാനും തയ്യാറാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, മുസ്ലിമിലെ 449 ഹദീസ്, മൻ റആ മിൻകും മുൻകറൻ, നിങ്ങളൊരു തിന്മ കണ്ടാൽ ഫല്യുഗയ്യിറുഹു, അതിനെ മാറ്റണം, ബിയദിഹി, കൈകൊണ്ട് മാറ്റണം. ഇല്ലം യസ്തതി, അതിന് കഴിയില്ലെങ്കിൽ ബിലിസാനിഹി, നാവുകൊണ്ട്. പിന്നെ എന്താ അടുത്ത പരിപാടി? പറഞ്ഞു കേൾക്കുന്നില്ല, പിന്നെ മനസ്സുകൊണ്ട് വെറുക്കുകയാണ്. അപ്പോൾ അവിടെ വിടുകയാണ്. ആ സ്ഥലത്ത് നമ്മൾ മാറി നിൽക്കണം. ചെലവഴിക്കുന്ന പണം അള്ളാഹുവിങ്കൽ കണക്ക് പറയേണ്ടി വരുമ്പോൾ, സമയം കണക്ക് പറയേണ്ടി വരുമ്പോൾ, ആരോഗ്യം കണക്ക് പറയേണ്ടി വരുമ്പോൾ, ഈ നിവൃത്തികേടിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം അവിടുന്ന് മാറി നിൽക്കലാണ്. പണം ചെലവഴിക്കാതെ, സമയം ചെലവഴിക്കാതെ, അധ്വാനം ചെലവഴിക്കാതെ. അപ്പോൾ അത് ആ ഒരു ഇതാണ് ദാലിക അദ്അഫുൽ ഈമാൻ, ഈമാൻ്റെ ഏറ്റവും ദുർബലമായ കണ്ണി. പിന്നെ അതിൻ്റെ അപ്പുറത്ത് ഒരു ഈമാൻ ഇല്ല. അപ്പോൾ തരുമ്പെങ്കിലും ഈമാൻ ഉണ്ടെങ്കിൽ നമ്മൾ തിന്മകളിൽ നിന്ന് മാറി നിൽക്കണം. അപ്പോൾ ഈ രാജ്യം മുഴുവൻ കുടിക്കുമ്പോൾ, രാത്രി ഉറക്കൊഴിക്കുമ്പോൾ, 11:59 ഒച്ചയും ബഹളം ഉണ്ടാക്കി 12 മണി വരെ ഉറക്കൊഴിക്കുമ്പോൾ, തഹജ്ജുദ് നഷ്ടപ്പെടുത്തുമ്പോൾ, സുബഹി നഷ്ടപ്പെടുത്തുമ്പോൾ, വിവാഹരംഗത്തും മറ്റു രംഗങ്ങളിലുമൊക്കെ അനാചാരങ്ങൾ കൊടികുത്തി വാഴുമ്പോൾ നമ്മുടെ ശരീരം അവിടെയില്ല, നമ്മുടെ മനസ്സും അവിടെയില്ല എന്ന് നമ്മൾ തീരുമാനിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. മദ്യം ഹറാമാണ്. മദ്യം വിളമ്പുന്ന സദസ്സിൽ അവിടെ ഉണ്ടാകൽ ഹറാമാണ്. നമ്മൾ കുടിക്കുന്നില്ല, കൊടുക്കുന്നില്ല, വാങ്ങണില്ല, ഒന്നും ചെയ്യുന്നില്ല. അതാണ്. അപ്പോൾ സ്ത്രീധനമുള്ള വിവാഹം, അനാചാരമുള്ള പാട്ടും കൂത്തുമുള്ള വിവാഹം അവിടെ നമ്മളുണ്ടാവുകയില്ല എന്ന് തീരുമാനിക്കണം. അപ്പോൾ മാത്രമാണ് നമ്മുടെ ഈമാൻ നമുക്ക് ചെറുതായിട്ടെങ്കിലും
സംരക്ഷിക്കാൻ സാധിക്കുക. വലുതായി വലുതായി ഉയർന്ന നിലവാരത്തിൽ ഈമാൻ സംരക്ഷിക്കാൻ അള്ളാഹുവെ അനുഗ്രഹിക്കണേ. എല്ലാ തിന്മകളിൽ നിന്നും വിട്ടുനിൽക്കാൻ റബ്ബെ അനുഗ്രഹിക്കണേ. എല്ലാ നന്മകളിലും മുന്നേറാൻ അള്ളാഹുവെ അനുഗ്രഹിക്കണേ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين وصلى الله على خاتم الأنبياء والمرسلين سبحانك اللهم بحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.